2025 വിഷു വമ്പൻ ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിലെത്തിയ മമ്മൂക്കയുടെ ബസൂക, ആലപ്പുഴ ജിങ്കാന, മരണമാസ, ഗുഡ് ബൈ ഡഗ്ലി എന്നീ സിനിമകളുടെ ആദ്യ ദിന കേരള കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മൂക്കയുടെ ബസൂക്ക ഡീനോ ഡെന്നിസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. വിഷു ക്ലാഷിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ബസൂക്ക എന്ന് പറയുന്ന ചിത്രം തന്നെയാണ്. 3,31,00,000 രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ. രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന നസ്ലിൻ നായകനായ മൂവിയാണ്. സിനിമയ്ക്ക് 2 ലക്ഷത്തിന്റെ കുറവ് കൊണ്ട് 3 CR ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 2,98,00,000 സിനിമയുടെ ആദ്യ ദിന കേരള കളക്ഷൻ എന്നാണ് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തിയ മരണമാസ് എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ കളക്ഷൻ 1,04,00,000 രൂപ, ജസ്റ്റ് 1 CR ടച്ച് ചെയ്തു എന്ന് പറയാം. അതേസമയം 4ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് അജിത്ത് നായകനായി തമിഴിൽ നിന്നും എത്തിയ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറയുന്ന ചിത്രമാണ്. 72 ലക്ഷത്തോളമാണ് സിനിമയുടെ ആദ്യ ദിന കേരള കളക്ഷൻ. അങ്ങനെ മമ്മൂക്കയുടെ ബസൂക്ക ചിത്രം കേരളത്തിൽ നമ്പർ 1 ആയി. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ച് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്ന് വൈകിട്ടോട്ട് കൂടെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ ദിനത്തേത് പുറത്തു വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഈ ഒരു സിനിമക്ക് GCCയിലും അതോടൊപ്പം തന്നെ അതർ കൺട്രീസിലെല്ലാം തിയേറ്റർ കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. നല്ലൊരു കളക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ അവിടെ നിന്നും ട്രാക്കേഴ്സിന്റെ അഭിപ്രായത്തിൽ വന്നിരിക്കുന്നത്. കറക്റ്റ് കളക്ഷൻ ഫിഗർ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മികച്ച ബുക്കിംഗ് ഒക്കെ ഇന്നലെ രാത്രിയിൽ പല സ്ഥലത്തും മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന് GCCയിൽ കാണാൻ സാധിച്ചു എന്നുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 10 CR വേൾഡ് വൈഡിൽ നിന്നും ആദ്യ ദിവസം മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന് കിട്ടുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത്. 2ാം ദിവസത്തിലൂടെയാണ് ഇപ്പോൾ ബസൂക്ക കടന്നു പോകുന്നത്. ഇനി പറയാനുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. മാത്യു തോമസ് എന്ന് പറയുന്ന തണ്ണീർമത്തൻ സിനിമയിലെ നായകൻ, ഒട്ടനവധി സിനിമകളിൽ ഇപ്പോൾ ശ്രദ്ധേയമായ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു പയ്യൻ മമ്മൂക്കയുടെ 1 എന്ന് പറയുന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷത്തിൽ എത്തിയിട്ടുണ്ട്. ആ പയ്യൻ റിലീസിന് മുന്നേ പറയുകയാണ്, ആ പയ്യൻ പറയാണ്, ഞാൻ ആദ്യ ദിവസം ആലപ്പുഴ ജിങ്കാനയും മരണമാസും കാണും. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബസൂക്ക കാണത്തില്ല, അപ്പോൾ 3 നീ കാണുമോ? മറ്റേ പിന്നെയും ചോദിക്കുക, ഇല്ല ബസൂക്ക ഞാൻ കാണത്തില്ല, ഇത് രണ്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക. ഇപ്പൊ 3-4 ദിവസം മുന്നേ വന്ന ഒരു വീഡിയോ ആണ് അത്. ഞാൻ ആ സമയത്ത് അങ്ങനെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നത് എന്താന്ന് വെച്ചാൽ, ആ സിനിമക്ക് ബസൂക്ക എന്ന് പറയുന്ന മൂവിക്ക് അതൊരു ഡിഗ്രേഡ് ആവണ്ട. ഇവനൊക്കെ ഒരു താരമല്ലേ, ഒരു നടനല്ലേ. മമ്മൂക്ക് അത്രത്തോളം കെയർ ചെയ്തിട്ടാണ് ഇതിനൊക്കെ ആ 1 എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിപ്പിച്ചത്. എന്നിട്ട് ഇത് പറയാ, ഞാൻ ബസൂക്ക കാണില്ല, ബാക്കി രണ്ടും കാണൂ. അങ്ങനെ ആ ചെക്കൻ്റെ സംസാരം. എടാ നിന്റെ ഒന്നും ആവശ്യമില്ലടാ മമ്മൂക്ക പടത്തിന്. കണ്ടില്ലേ കളക്ഷൻ? ആദ്യ ദിവസം എല്ലാ സിനിമകളെയും മലർത്തി അടിച്ചിട്ടുണ്ട് കളക്ഷന്റെ കാര്യത്തില് കേരളത്തില് കേട്ടോ. എന്നാ ഈ ഒരു മണ്ടന് പറയാ, ഇവന്റെ ഫ്രണ്ടാണല്ലോ നസ്ലിൻ, ആലപ്പുഴ ജിങ്കാന ഞാൻ ആദ്യ ദിവസം കാണും, മരണമാസം ബസൂക്കയും പിന്നീട് കാണുമെന്ന് പറഞ്ഞ് ആ ഒരു വിഷയം അവിടെ തീർത്താൽ അവിടെ തീർന്ന്. എന്നിട്ടിത് മമ്മൂക്ക ഫാൻസിന്റെ ഇഷ്ടം കെടുത്താൻ വേണ്ടിയിട്ട് ഈ മണ്ടൻ പറഞ്ഞിരിക്കുന്നു, ബസൂക്ക ഞാൻ കാണൂല, മറ്റു രണ്ടും ഞാൻ ആദ്യ ദിവസം കാണും എന്ന് പറയുമ്പോൾ അത് ഒരു വളരെ മോശമാണ്. അങ്ങനെയല്ല ഒരു സിനിമ ഫീൽഡിലുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ അഭിപ്രായം. ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതാണ് മനഃപൂർവ്വം. എന്തായാലും ആദ്യ ദിവസം മാത്യൂസേ നിന്റെ കളക്ഷൻ ഇല്ലാതെ കേരളത്തിൽ നമ്പർ 1 ആയിട്ടുണ്ട് ബസൂക്ക. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.